ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിൽ 11,599 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സംസ്ഥാന ബജറ്റ് നാളെ എല്ലാ മേഖലകൾക്കും പുരോഗതിയുണ്ടാകുന്ന ബജറ്റായിരിക്കും അവതരിപ്പിക്കുകയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കൊച്ചി കാക്കനാട് കിൻഫ്ര ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് മഹാജനസഭ ഇന്ന് തൃശൂരിൽ. അർബുദത്തിനെതിരെ അവബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക അർബുദ ദിനം. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 273 റൺസിന്റെ ലീഡ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുവാഹട്ടിയിൽ അല്പസമയത്തിനകം വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. 11,599 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി സമർപ്പിക്കുന്നത്. കാമാഖ്യ ക്ഷേത്ര ഇടനാഴി, ഗുവാഹട്ടിയിലെ പുതിയ വിമാനത്താവള ടെർമിനലിൽ നിന്ന് 6-വരി പാത, നെഹ്റു സ്റ്റേഡിയം ഫിഫ നിലവാരത്തിലേക്ക് ഉയർത്തൽ, ചന്ദ്രാപുരിയിൽ പുതിയ സ്പോർട്സ് കോംപ്ലക്സ് തുടങ്ങിയവ ഇവയിൽ ഉൾപ്പെടുന്നു. 2024-25 സാമ്പത്തിക വർഷത്തെ കേരള ബജറ്റ് നാളെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും. രാവിലെ 9 മണിക്കാണ് ബജറ്റ് പ്രസംഗം ആരംഭിക്കുക. കേരളത്തിന്റെ എല്ലാ മേഖലകൾക്കും വലിയ പുരോഗതിയുണ്ടാകുന്ന ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സാമൂഹ്യ സേവന രംഗത്തെ പുരോഗതി തുടരാൻ സഹായിക്കുന്ന ബജറ്റായിരിക്കും ഇത്തവണത്തേതെന്നും മന്ത്രി വ്യക്തമാക്കി. ഫെബ്രുവരി 12, 13, 14 തീയതികളിൽ ബജറ്റിന്മേലുള്ള ചർച്ച നടക്കും. 15-നാണ് വോട്ട് ഓൺ അക്കൌണ്ട് ചർച്ചയും വോട്ടെടുപ്പും. കൊച്ചി കാക്കനാട് കിൻഫ്ര ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സർക്കാരിനു വേണ്ടി വ്യാവസായിക പ്രോത്സാഹനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായാണ് കൺവെൻഷൻ സെന്റർ വിഭാവനം ചെയ്തിരിക്കുന്നത്. 10 ഏക്കറിൽ 55,000 ചതുരശ്ര അടിയുള്ള എക്സിബിഷൻ സെന്റർ 90 കോടി ചെലവിലാണ് നിർമ്മിച്ചത്. നവകേരള സദസ്സിന്റെ തുടർച്ചയായി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ 2000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഈ മാസം 18-ന് കോഴിക്കോട്ടാണ് പരിപാടി. ഇന്ന് ലോക അർബുദ ദിനം. ക്യാൻസറിനെതിരെയുള്ള അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം. പരിചരണത്തിലെ വിടവ് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വിവിധ തരം അർബുദ രോഗങ്ങളെക്കുറിച്ചും രോഗലക്ഷണങ്ങൾ എങ്ങനെ നേരത്തെ തിരിച്ചറിയാം എന്നതിനെപ്പറ്റിയും RCC സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ശ്രീ ചന്ദ്രമോഹൻ ആകാശവാണി വാർത്തകളോട്. പ്രായാധിക്യമുള്ള ആൾക്കാരിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന മുഴകൾ മാറാതെ നിൽക്കുകയാണെങ്കിൽ അത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ക്യാൻസറിന്റെ രണ്ടാമത്തെ ലക്ഷണം ശരീരത്തിൽ നിന്നുള്ള രക്തസ്രാവമാണ്. മലത്തിലൂടെ രക്തം പോവുക, ചുമച്ച് രക്തം തുപ്പുക എന്നീ ലക്ഷണങ്ങൾ മാറാതെ നിൽക്കുകയാണെങ്കിൽ അത് ഒരു അർബുദമല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമതായി ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. ദഹനക്കേട്, ഛർദിൽ, അതുപോലെ തന്നെ മലത്തിൽ കൂടെ രക്തം പോവുക, മലം പോകുന്നതിന് പ്രയാസം നേരിടുക എന്നിവ അർബുദത്തിന്റെ ലക്ഷണങ്ങളായേക്കാം. ഇത്തരം പ്രയാസങ്ങളും ആഴ്ചകളോളം മാറാതെ നിൽക്കുകയാണെങ്കിൽ അതൊരു അർബുദമല്ല എന്ന് നാം ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെ മികച്ച കായിക സൌകര്യങ്ങൾ പഞ്ചായത്ത് തലത്തിൽ എത്തിക്കാനാണ് സർക്കാർ ശ്രമമെന്ന് മന്ത്രി V. അബ്ദുറഹിമാൻ. കായിക വികസനം താഴെത്തട്ടിൽ എത്തിക്കുവാനുള്ള സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾ 650ഓളം പദ്ധതികൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. വരുന്ന ബജറ്റിൽ കായിക വികസനത്തിന് കൂടുതൽ വിഹിതം അനുവദിക്കും. ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കലാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവർക്കും ഭൂമി, ഭൂരഹിതരില്ലാത്ത കേരളം എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി K. രാജൻ. അനധികൃതമായി ഭൂമി കയ്യേറിയവരിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിത മനുഷ്യർക്ക് വിതരണം ചെയ്യുന്നതിൽ സർക്കാരിന് ഒരു മടിയുമുണ്ടാകില്ല. സംസ്ഥാനത്തെ 35 വില്ലേജ് ഓഫീസുകൾ കൂടി സ്മാർട്ടായി മാറുകയാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യത്തോടെ സംസ്ഥാനത്തെ റവന്യൂ വകുപ്പ് ഏറ്റവും പുതിയ വേഗതയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി കാസർഗോഡ് പറഞ്ഞു. പ്രതിസന്ധികൾക്കിടയിലും മലപ്പുറം കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ നേടിയ നേട്ടങ്ങൾ അഭിനന്ദനാർഹമെന്ന് മന്ത്രി P. രാജീവ്. മലപ്പുറം കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന്റെ നവീകരിച്ച സംവിധാനങ്ങളുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യ അനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ കൂടുതൽ ഉൽപാദനവും അതുവഴി ലാഭവും ഉയർത്താൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിലെ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് KPCC സംഘടിപ്പിക്കുന്ന മഹാജനസഭ ഇന്ന് തൃശൂരിൽ നടക്കും.
AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മഹാസഭ ഉദ്ഘാടനം ചെയ്യും. KPCC അധ്യക്ഷൻ കെ സുധാകരൻ അധ്യക്ഷത വഹിക്കും. വൈകിട്ട് 4 മണിക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാനത്തെ എല്ലാ ബൂത്ത് പ്രസിഡന്റുമാരും വനിതാ വൈസ് പ്രസിഡന്റുമാരും പങ്കെടുക്കും. മലപ്പുറം ജില്ലയിൽ വികസിത് ഭാരത് സങ്കല്പയാത്ര വിജയമാക്കിയതിൽ ലീഡ് ബാങ്ക് ജില്ലാ മാനേജർ MA ടിറ്റനെ മലപ്പുറം ഫിനാൻഷ്യൽ ലിറ്ററേച്ചർ സെന്റർ അനുമോദിച്ചു. കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ജില്ലയിലുടനീളം എത്തിക്കാനും പരമാവധി പേരെ പദ്ധതികളുടെ ഭാഗമാക്കാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് MA ടിറ്റൻ പറഞ്ഞു. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് 94 പഞ്ചായത്തുകൾ, 12 മുനിസിപ്പാലിറ്റികളിലായി 32 സെന്ററുകളും ഈ യാത്ര കവർ ചെയ്തു. PM ഉജ്ജ്വല സ്കീം, കിസാൻ ക്രെഡിറ്റ് കാർഡ്, മുദ്ര ലോൺ, PMBGP, PMJJY, PMSBY തുടങ്ങിയവയ്ക്കെല്ലാം ധാരാളം ആളുകൾ എൻറോൾ ചെയ്യപ്പെടുകയുണ്ടായി. PM ജന ഔഷധി സ്കീമിനെ കുറിച്ച് നല്ലൊരു അവബോധം കൊടുക്കാൻ ഈ യാത്രയിലൂടെ കഴിഞ്ഞു. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പല സ്കീമുകളും അവതരിപ്പിക്കപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധങ്ങളായ സ്കീമുകൾ താഴെ തട്ടിലുള്ള ജനങ്ങളിലേക്ക് നല്ലപോലെ ഇറങ്ങിച്ചെല്ലുന്നതിന് യാത്ര കൊണ്ട് സാധിച്ചു. കൂടുതൽ ജനങ്ങളിലേക്ക് ജനോപകാരപ്രദമായ പല പദ്ധതികളും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇനിയും ഇതുപോലുള്ള സംരംഭങ്ങൾ ഉണ്ടാവണം. കോഴിക്കോട് നഗരത്തിന്റെ വികസന സാധ്യതയ്ക്ക് മെട്രോ റെയിൽ തന്നെയാണ് കൂടുതൽ അഭികാമ്യമെന്ന് കൊച്ചി മെട്രോ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘടിപ്പിച്ച ഖൈറ്റ് മെട്രോ ചർച്ചയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ട്രെയിനുകളുടെ വേഗം കൂട്ടൽ പ്രവൃത്തി പുരോഗമിക്കുകയാണെന്ന് ദക്ഷിണ റെയിൽവേ. എറണാകുളം, കോട്ടയം, കായംകുളം റൂട്ടിൽ ഏപ്രിൽ അവസാനത്തോടെ 90-ൽ നിന്ന് 100 കിലോമീറ്ററായി വേഗം വർദ്ധിപ്പിക്കും. 112ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് പമ്പ മണൽപ്പുറത്തെ ശ്രീ വിദ്യാധിരാജ നഗറിൽ ഇന്ന് തുടക്കമാകും. വിദ്യാധിരാജ ചട്ടമ്പി സ്വാമി സമാധി ശതാബ്ദി സ്മാരക പരിഷത്തായാണ് ഇക്കൊല്ലം ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് നടത്തുന്നത്. ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിഷത്തിൽ പമ്പ മണൽപ്പുറത്ത് 10,000 പേർക്കിരിക്കാവുന്ന പന്തലാണ് ഒരുക്കിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ പന്തളത്ത് MC റോഡിൽ കാറും KSRTC ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന ബസ്സിടിച്ച് കാറിലുണ്ടായിരുന്ന തിരുവനന്തപുരം പട്ടം സ്വദേശിയാണ് മരിച്ചത്. കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ രുചി വൈവിധ്യമുള്ള വിഭവങ്ങളുമായി ഇടുക്കിയിൽ പ്രീമിയം കഫേ റെസ്റ്റോറന്റ് ആരംഭിക്കും. വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന ജില്ലയിൽ യാത്രികർക്ക് സൌകര്യപ്രദമായ പ്രധാന പാതയിലാണ് കഫേ തുടങ്ങുക. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ. ഹോട്ടൽ മാനേജ്മെന്റിൽ പരിശീലനം ലഭിച്ച കുടുംബശ്രീ അംഗങ്ങൾക്കാകും കഫേയുടെ നടത്തിപ്പ് ചുമതല. കഫേയിലെ ജീവനക്കാർക്കായി കുടുംബശ്രീ പരിശീലനവും നൽകും. 50 മുതൽ 100 സീറ്റുകളുള്ള AC മുറികളാണ് പ്രീമിയം കഫേയിൽ ഉണ്ടാകുക. വിസിറ്റേഴ്സ് ലോഞ്ച്, കൗണ്ടർ, വിശാലമായ പാർക്കിംഗ് സൗകര്യം, നാപ്കിൻ മെഷീനുകൾ, നാപ്കിൻ നശിപ്പിക്കാൻ സൗകര്യം, ശൌചാലയങ്ങൾ, ഓൺലൈൻ സേവനങ്ങൾ തുടങ്ങിയവയും കഫേയിലുണ്ടാകും. സ്റ്റാൻഡേർഡ് മെനുവിന് പുറമെ നാടൻ സ്പെഷ്യൽ വിഭവങ്ങളും പ്രീമിയം കഫേയിൽ വിളമ്പും. ഈ വർഷം മാർച്ച് മാസത്തിനുള്ളിൽ എല്ലാ ജില്ലകളിലും ഒരു പ്രീമിയം കഫേ വീതമെങ്കിലും തുടങ്ങാനാണ് സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ നിർദ്ദേശം. രജിസ്റ്റർ ചെയ്യാതെ വിൽപ്പനയ്ക്കായി പരസ്യം ചെയ്ത റിയൽ എസ്റ്റേറ്റ് പദ്ധതികളിൽ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി പരിശോധന നടത്തി. തിരുവനന്തപുരത്തെ ആനാട്, നന്ദിയോട് പഞ്ചായത്തുകളിൽ സ്ഥിതി ചെയ്യുന്ന 2 പ്ലോട്ട് വികസന പദ്ധതികളാണ് അതോറിറ്റി പരിശോധന നടത്തിയത്. ഇംഗ്ലണ്ടിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 294 റൺസിന്റെ ലീഡ്. 2ാം ഇന്നിംഗ്സിൽ 3ാം ദിനം കളി പുനരാരംഭിച്ചപ്പോൾ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 151 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 396 റൺസിന് മറുപടിയായി ഇംഗ്ലണ്ടിന് 253 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ജംഷഡ്പൂരിനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. വനിതാ FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ ഇന്ന് നെതർലാൻഡ്സുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ ചൈനയോട് ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. സ്പോർട്സ് കേരള ഫൌണ്ടേഷന്റെയും ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള ടെന്നീസ് ടൂർണമെന്റ് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ഇൻഗൽ ആണ് ടൂർണമെന്റ് സ്പോൺസർ ചെയ്യുന്നത്. ഫെബ്രുവരി 9 വരെയാണ് ടൂർണമെന്റ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ മലയാളം എന്നീ വിഭാഗങ്ങളിലേക്ക് പ്രസാർ ഭാരതി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in/vacancy എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷകൾ application.prasarbharati.org എന്ന വെബ്സൈറ്റിൽ 2024 ഫെബ്രുവരി 8-നകം നൽകേണ്ടതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിൽ 11,599 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സംസ്ഥാന ബജറ്റ് നാളെ എല്ലാ മേഖലകൾക്കും പുരോഗതിയുണ്ടാകുന്ന ബജറ്റായിരിക്കും അവതരിപ്പിക്കുകയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കൊച്ചി കാക്കനാട് കിൻഫ്ര ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് മഹാജനസഭ ഇന്ന് തൃശൂരിൽ. അർബുദത്തിനെതിരെ അവബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക അർബുദ ദിനം. ഇംഗ്ലണ്ടിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 294 റൺസിന്റെ ലീഡ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.